നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. അസമിൽ കച്ചർ ജില്ലയിൽ അസം പോലീസ് നടത്തിയ പരിശോധനയിൽ 9 കോടി രൂപ വിലമതിക്കുന്ന 30,000 യാബ ഗുളികകൾ പിടിച്ചെടുത്തു. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ശനിയാഴ്ച രാത്രി കടക്കാൽ മേഖലയിൽ പോലീസ് നടത്തിയ പ്രത്യേക ഓപ്പറേഷനിൽ യാബ ഗുളികൾ എന്നറിയപ്പെടുന്ന 30,000 മെത്താംഫെറ്റാമിൻ ഗുളികകളുമായി അബ്ദുൾ അലീമിനെ പിടികൂടിയത്. മയക്കുമരുന്നിനു പുറമെ അനധികൃതമായി കടത്താൻ ഉപയോഗിച്ച വാഹനവും പോലീസ് പിടിച്ചെടുത്തു. മൈക്രോ ബ്ലോഗിംഗ് സൈറ്റായ എക്സിൽ അസം മുഖ്യമന്ത്രി ഹിമന്ത് ബിസ്വ ശർമ്മ അഭിനന്ദനക്കുറിപ്പ് പങ്കുവച്ചു. വിശ്വസനീയമായ രഹസ്യാന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ കച്ചാർ പോലീസ് ഇന്ന് കഥകളിൽ പ്രത്യേക ഓപ്പറേഷൻ നടത്തി 30,000 യാബ ഗുളികകളുമായി ഒരു വ്യക്തിയെ പിടികൂടി. അവരുടെ തുടർച്ചയായ ശ്രമങ്ങൾക്ക് അസം പോലീസിന് അഭിനന്ദനങ്ങൾ. ഒരു മയക്കുമരുന്ന് രഹിത ആസാമിനായി. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നിയമപാലകരുടെയും യോജിച്ച കർശനമായ സമീപനത്തിന്റെ ആവശ്യം അസമിൽ നിന്ന് ലഹരി നിർമ്മാർജ്ജനം നടത്താൻ ആവശ്യമാണെന്നും രാഷ്ട്രീയേതര സ്വഭാവം ഉയർത്തിക്കാട്ടി ജൂലൈ 27-ന് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെയാണ് 30,000 യാബ ഗുളികൾ പിടിച്ചെടുത്തത്. മയക്കുമരുന്ന് നിർമ്മാർജ്ജന വിഷയം രാഷ്ട്രീയേതരമാണ്. നിയമപാലകർ കർശനമായ സമീപനം സ്വീകരിക്കണം. പ്രതിപക്ഷം ഉൾപ്പെടെ എല്ലാ പാർട്ടികളും ഈ പോരാട്ടത്തിൽ പോലീസിനെ പിന്തുണയ്ക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ് എന്ന് ശർമ്മ തന്റെ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു. ജൂലൈ 23-ന് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ ഗുവാഹത്തി സോണൽ യൂണിറ്റ് നടത്തിയ പരിശോധനയിൽ മണിപ്പൂരിലെ ചുരാചന്ദ്പൂരിൽ നിന്ന് മേഘാലയയിലെ ഷില്ലോങ്ങിലേക്ക് കടത്തുകയായിരുന്ന 6.790 കിലോ മെത്താംഫെറ്റാമൈൻ പിടിച്ചെടുത്തിരുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് 2 പേർ അറസ്റ്റിലായിരുന്നു. മ്യാൻമാറിൽ നിന്നും മയക്കുമരുന്ന് കടത്തുകയും അസം വഴി രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കടത്തുകയുമായിരുന്നു എന്നാണ് പോലീസ് സംശയിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.